നമ്മൾ വഴക്കൂടുമ്പോൾ അങ്ങോട്ടും പറയും നിന്നെ കെട്ടണ്ടായിരുന്നു, നിന്നെ കെട്ടി അന്ന് പോയത്, അത് പറയും. കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ കുഞ്ഞുണ്ടായത് ഇപ്പം 3 വർഷത്തിന് ശേഷം. വലിയ വ്യത്യാസമൊന്നുമില്ല. കുഞ്ഞു വന്നപ്പോൾ എന്തുവാ ശേഷം കുഞ്ഞായത്. നമ്മൾ 3 വർഷം വരെ ഗ്യാപ്പ് ഇട്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എന്താ, നമുക്ക് കുറച്ച് കറങ്ങണമായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് സെറ്റിൽഡ് ആയിട്ടില്ല. ഹസ്ബൻഡും പഠിച്ചുകൊണ്ടിരുന്ന, ജോലിയില്ല. പിന്നെ കുഞ്ഞായപ്പം നമ്മളൊരു കട എടുത്തു. കുഞ്ഞായപ്പോ ഒരു കട എടുത്തു. മാടനടയില് പുതിയ ഫുഡിന്റെ കട, മന്തിക്കടയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ബാങ്കിന്റെ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് നിൽക്കുക. വർക്ക് ഫുള്ള് കഴിഞ്ഞ് ഒരുപാട് പൈസ കൊണ്ടായിട്ട് ചെയ്തിരുന്നില്ല. നമ്മൾ സ്വർണ്ണമൊക്കെ പണയം വെച്ച് കടം വാങ്ങി ചെയ്ത്. ഇനി എന്ന് വെച്ചാൽ കമന്റ് ബോക്സ് നിറച്ചെന്താ, നീ പ്രൊമോഷൻ ചെയ്ത് ഒത്തിരി ഉണ്ടാക്കുന്നില്ലേ, വീഡിയോസ് ചെയ്ത് ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല. വരവിനെക്കാട്ടി കൂടുതൽ ചില ഒരു കുഞ്ഞുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കുഞ്ഞിന് പൊടി ഡൈപ്പറിന് തന്നെ 1 മാസം കണ്ട് 1 ലക്ഷം രൂപയാകുന്നു തോന്നുന്നു. ചുമ്മാ ഡൈപ്പർ വാങ്ങണം. കേട്ട് പഠിച്ചോണ്ട് അന്ന് വെച്ചാൽ നമ്മളെ അപ്പം ഇപ്പൊ വേണേൽ കമന്റ് ഇടാം, എങ്കിൽ വീട്ടിൽ ഡൈപ്പർ ഇടാതെ ഇരുത്തിക്കൂടെ. വെച്ചാൽ എല്ലാ ദിവസവും ഷൂട്ടിനോ എല്ലാ ദിവസം നമുക്ക് വീഡിയോസ് എടുക്കണം. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ കാണത്തില്ല. ഞാൻ കുഞ്ഞിനെ അങ്ങനെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകത്തില്ല. എവിടെ പോയാലും മോളെ കൊണ്ടാകും. ഇപ്പം അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ അനിയത്തിയെയും അനിയനെ ഏൽപ്പിച്ചിട്ട് പോകും. അല്ല ഞാൻ എല്ലായിടത്തോളം കൊണ്ടുപോയെടുക്കുകയൊക്കെ ചെയ്യും. വീട്ടുകാർ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് അറിയായിരുന്നു നമ്മളൊരു ഏതാണ്ട് ഒരു 6 വർഷം സ്നേഹിച്ചത്. നിങ്ങൾക്ക് ഈ കുടുംബജീവിതം ഇങ്ങനെ പറയുമ്പോൾ സിംഗിൾ ആയിട്ട് ഒരാളിരുന്നങ്ങ് വിഷമിക്കുക, അത് കണ്ടിട്ട് ഓൾറെഡി ഒന്നുള്ളല്ലോ, ഓൾറെഡി പ്രാരാബ്ദം ഉണ്ട്. ആങ്കർ സിംഗിൾ ആണ്. വേറെ പ്രത്യേകത എല്ലാ ഇതിനകത്തും പറയും ഞാൻ സിംഗിൾ ആണ്, ഞാൻ സിംഗിൾ ആണ്. എല്ലാ ആങ്കേഴ്സും പറയുന്നത് ഞാൻ സിംഗിൾ ആണ്. അത് നിങ്ങൾ വശീകരിക്കാൻ വേണ്ടിട്ട് നമുക്കറിയാം. കാരണം നിങ്ങൾ വിട്ട് വേറൊരാളെ എടുക്കരുത് കേട്ടോ. ഇന്റർവ്യൂവിനെ എന്നെ തന്നെ കൊണ്ടു നടക്കണം. ആങ്കറിനെ മാറ്റരുത്. എല്ലാരെയും കൊതിപ്പിച്ചിട്ട് കടന്നു കളി. എനിക്കത് സതീഷിന് കൊതി വന്ന്, സോറി സതീശനപ്പൊ കൊതി വന്ന് ടേബിള് കിട്ടിയ നേരെ കല്യാണം കഴിഞ്ഞ് ഞാൻ പറയട്ടെ, ഞാനൊന്നും പറഞ്ഞില്ല. ഇവൻ ഇങ്ങനെ സംഭവം വിഷ്ണു വിളിച്ചോ ഇന്ന സംഭവം ഞാൻ ചെന്നപ്പോൾ ഒരു വെയിറ്റർ ഇവരുടെ ചുമ്മാ ഓർഡർ ചെയ്യോ, ഇവര് കഴിക്കാൻ വയ്യ 1500 രൂപ ബില്ല്. ഇതിനും പറയാം ഞാൻ നോക്കിയപ്പോ അപ്പൊ ഇവര് തേക്കാൻ നിൽക്കുക. ഇവനെ തൂക്കിയെടുത്തോണ്ട് ഞാൻ കൊല്ലം ബീച്ചിൽ പോയി. അവിടെ പോയിട്ട് കടത്തിൽ തിരക്കും വേറൊരു പാർട്ടി അത് ആഘോഷിക്കാൻ പറ്റത്തില്ല. ഞാൻ കടത്തിൽ തിരക്കി രണ്ട് പെങ്ങന്മാരെയും സേഫ് ആക്കിയിട്ട് ഇനി ഞാൻ ഓടിയത് കണ്ടോ? അവരച്ഛൻ സേഫ് ആക്കുന്നതിന്റെ ആരെയാ ഉദ്ദേശിച്ചത്? അച്ഛൻ കെട്ടിച്ച് വിടുന്നവരാ വെയിറ്റ് ചെയ്യും. 2 വർഷം വരെ ഇവിടെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതൊക്കെ ചുമ്മാ അത് ഇപ്പഴങ്ങ് പോകും കാറി കയറി. അല്ല ഞാനൊരു അമ്മയല്ലേ, അങ്ങ് ഉറപ്പിക്കാം. അടുക്കളയിൽ പോയിട്ട് ചായ ഞങ്ങളെ വീട്ടുകാരൊക്കെ കാണുന്നത് അല്ല ഡയലോഗ് അടിച്ച് പൊന്നുമോനെ ഞാൻ കിടന്ന് ഓടിയെന്നൊക്കെ അറിയാലോ. ഇപ്പഴേ പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് ചെറിയ ചെറിയ അടികളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവര് പോകുമ്പോ കൊടുക്കാനാണ്. നിങ്ങളുടെയൊക്കെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? എനിക്ക് ബാക്കി പഠിത്തം കണ്ടിന്യൂ ചെയ്യണം. മുമ്പേ അങ്ങ് പറഞ്ഞ പിന്നെ ചോദിക്കും. പിന്നെ അജീഷൻ്റെ കൂടെ വീഡിയോ എടുക്കണം, കൊച്ചിനെ നോക്കണം, പഠിത്തം കണ്ടിന്യൂ ജോലി എടുക്കണം. സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് വാവ വന്നിട്ട് ഞാനും ഇഷ്ടം കൂടെ ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതെ, പുതിയതായി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് തിരക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആവും. ഇഷ്ടം കൂടെ ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് ഞാനും കൂടെ ഒന്ന് സെറ്റായിട്ട് ബിസിനസ് സെറ്റിൽമെന്റ്സ് ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ട് എന്നാലും കാരണം എല്ലാം കൂടെ ഇപ്പോൾ നമുക്ക് ഒരെണ്ണം ഓടുന്ന സമയത്ത് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കല്യാണത്തിന് തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഇനി ഒരു 6 മാസം കൂടെ ഓട്ടം. 6 മാസം 5 മാസം കൂടെ ഓട്ടം. കാരണം കുറേ ചിട്ടികളെല്ലാം കൂടെ ഒക്കെ എടുത്ത് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് അത് 6 മാസം അടച്ചു കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം ചെയ്തല്ലേ പറ്റും, മാറി ചെയ്യാൻ പറ്റത്തില്ല. അല്ല എനിക്ക് അറിയേണ്ട ഒരു കാര്യം, കുഞ്ഞ് വന്നു കഴിയുമ്പോ കുഞ്ഞ് നമ്മൾ താരാട്ട് പാടി ഉറക്കില്ലേ? ചേട്ടൻ ഏത് പാട്ട് പാടി ഉറക്കും? ലജ്ജാവതി. ചുമ്മാതാ. അല്ല ഇപ്പം നമ്മുടെ ഇതിന്റെ വയറിന്റെ ഒക്കെ അടുത്ത് നിന്ന് ഏതോ വാർമുകിലും പാടാറുണ്ട്. ചേട്ടാ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കുഞ്ഞ് വരുമ്പോ സൗണ്ട് പാടിക്കോ? അതാ പറഞ്ഞേ, എനിക്കറിയാം പാട്ടായിരുന്നു. ഏതോ ഇപ്പൊ ഇങ്ങനെ കൂടെ അങ്ങനെ പാടി. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമരേ ജീവനിൽ
അമൃതേകാനായി വീണ്ടും എന്നില്ലേ തോമകള കിനാവിൻ മുത്തേ നീ വന്നു. അടിപൊളി. അവിടെ ഒരാൾ ഉറങ്ങി. അല്ലേ ഞാൻ അജീഷന്റെ ഈ പാട്ടിന് വേറൊരു പാട്ടോട്ട് കമ്പയർ ചെയ്ത് നോക്കിയത്. വേറെ ഏത് പാട്ടാ? അജീഷനെ കാറി ഇരിക്കുമ്പോ ഒരു പാട്ട് പാടും. കേൾക്കാൻ കൊള്ളാത്തതായിരിക്കും. അല്ലല്ല മറ്റേ പാട്ടുണ്ട് കടുകിട്ട് വറുത്തിട്ട് അതിനകത്ത് ഒരു ഹിന്ദിയോ എന്നാണ് ഒരു പെണ്ണിന്റെ ഒരു ഫീമെയിൽ വോയിസ് എടുത്തില്ലേ, അത് അജീഷണ്ണ ഒരു വരി പാടും. അത് മലയാളത്തിൽ അജീഷണ്ണ പാടും. നമ്മള് കാറിൽ പോകുമ്പോ മ്യൂസിക് ഇട്ടേക്കും. അജീഷന്റെ ആ സമയത്ത് തന്നെ അജീഷന്റെ സ്വന്തം ലിറിക്സിൽ ഡബിൾ മീനിങ് പാടും, ചിലപ്പോ ഡബിൾ മീനിങ് പാടും, ചിലപ്പോ നോർമലോട്. പക്ഷെ നമുക്കത് നമ്മളെ കൂടെ ആൾക്കാർ വൈബ് ഞങ്ങളൊക്കെയാണെങ്കിൽ പെൺപിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ആ വൈബ്, ആമ്പിളർ മാത്രമേ ഉള്ളെങ്കിൽ വേറെ വൈബ്. ഒരു ദിവസം ഓർത്തില്ല കേട്ടോ, ഞാൻ അജീഷനും പോകുമ്പോൾ ഇപ്പൊ എന്റെ അടുത്ത് പോകുമ്പോൾ അതേ വൈബിൽ പാടാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഒരു ദിവസം ഓർത്തില്ല, എന്റെ അമ്മയും അപ്പയും എല്ലാം കൂടെ ഉണ്ട്, ഓർക്കാതെ ഇതങ്ങ് പാടാൻ വന്നു. പിന്നെ പകുതി വെച്ചങ്ങ് നിർത്തി, അവരിയ്ക്കുന്ന ഓർത്തില്ല, അത് ഓർക്കാതെ ശീലമായിട്ട്. പിന്നെ ഞങ്ങള് സിംഗിളായിട്ട് പോകുമ്പോൾ അറിയാലോ, നമ്മൾ ഫ്രണ്ട്സോടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു പെട്ടെന്ന് നമ്മള് സ്ഥിരമായിട്ട് ഓർമ്മയുണ്ടോ, സ്ഥിരമായിട്ട് ശീലിച്ചു ഓർത്തിലേച്ചി ഞാൻ വണ്ടി പിടിക്കില്ല, ഞാൻ എന്തൊക്കെ ആലോചിച്ചപ്പോ മീൻ ഇങ്ങനെ കാണാം ഞാൻ. അല്ല പിന്നെ എനിക്കത് അറിയാത്തോണ്ട്. അല്ല നമുക്ക് ഈ കല്യാണം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സിംഗിൾ ലൈഫിൽ പെട്ടെന്ന് മാറുന്നില്ല, പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല, പയ്യെ മാറി വരാൻ പറ്റും. പക്ഷെ എന്നാലും പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കും, ഏതെങ്കിലും പെങ്കുച്ചു കാണുമ്പോൾ നോക്ക് കഴിച്ചിട്ട് നല്ല ഒരു വെച്ചെന്ന് കാണിച്ചു കൊടുക്കും. എങ്ങും പോത്തില്ലെന്ന് ആരും നോക്കത്തില്ലാന്ന് അറിയാന്ന് പറഞ്ഞു. ആരെന്നെങ്കിൽ വർഷം എത്ര ഉണ്ടായിരുന്നു? 16 പെണ്ണ് കണ്ട ആവശ്യമില്ലല്ലോ, 16 പെണ്ണ് കണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, നടന്നേനെ. അല്ല നമ്മൾ കഴിവില്ലാണ്ടൊന്നും അല്ല, അത് വേണ്ടെന്ന് വെച്ചൊരു സംഭവം. എൻ്റെ അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. അച്ഛൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനൊന്ന് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുത്തിക്കണം. കാരണം ബൈക്കില് അത് ഒന്ന് അത് മതി. അച്ഛനായാലും ഞാനൊന്ന് എവിടെങ്കിലും ഒന്ന് കയറിപ്പറ്റി ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി. അച്ഛനെന്ന് പറഞ്ഞാൽ മീൻ കച്ചവടമാണ്. ഈ ബൈക്കിൽ ബാക്കിൽ പെട്ടി കെട്ടി അതിൽ മീൻ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുനടന്ന് ഓരോ വീടുകളിൽ വിൽക്കുന്നതാണ്. അപ്പം അത് ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ അടിക്കും. കാരണം ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, ഞാൻ കാറിലൊക്കെ പോകുമ്പോഴായിരിക്കും അച്ഛൻ ഇങ്ങനെ പോകുന്നത്. ഞാൻ ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഇരുന്ന് പഠിക്കുമ്പം ഒരു ഷീറ്റല്ലേ, അപ്പോൾ അച്ഛൻ ഇങ്ങനെ മീനേന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ ഞാനത് അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കും. അപ്പം എനിക്ക് പിള്ളേർക്കെല്ലാം അറിയാം എൻ്റെ അച്ഛനാണ്. എനിക്കതൊരു അന്ന് മുതലേ ഒരു സെറ്റ് അങ്ങനെ അച്ഛനെ ഒന്ന് ഫ്രീ ആക്കണമെന്ന്. അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.